നാടിൻ്റെ സ്പന്ദനമായ മരിയൻ തീർത്ഥാടനം 2ാം വർഷത്തിലേക്ക്. ജപമാലയിലഭയം തേടുന്നു, ഇനി ആശ്രയം നീ മാത്രം. 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 2024 ഡിസംബറിൽ നടന്ന പ്രഥമ മരിയൻ തീർത്ഥാടനം തലശ്ശേരി അതിരൂപതയിലെ വിശ്വാസികൾക്ക് തന്നെ ഒരു വലിയ ആത്മീയ ഉണർവായി മാറിയിരുന്നു. ഈ വർഷം 2025 2ാമത് മരിയൻ തീർത്ഥാടനം നടത്താൻ പോവുകയാണ് രൂപത. എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ആ തീർത്ഥാടനത്തിൽ വിശ്വാസികളോട് അതിരൂപതയ്ക്ക് പറയുവാനുള്ളത്? ചെമ്പേരി ലൂർദ് മാത ബസലിക്കയിലേക്കാണ് നമ്മൾ മരിയൻ തീർത്ഥാടനം സംഘടിപ്പിക്കുന്നത്. ഈ വർഷം 2025 ഡിസംബർ 5, 6 വെള്ളിയാഴ്ച വൈകുന്നേരം തുടങ്ങി ശനിയാഴ്ച പുലർച്ചെ ബസലിക്കയിൽ എത്തുന്ന വിധത്തിലാണ്. പ്രധാനമായിട്ടും നമ്മുടെ രൂപതയുടെ 9 ഫൊറോനകൾ ആലക്കോട്, വായാട്ടുപറമ്പ്, ചെമ്പേരി, ചെമ്പന്തൊട്ടി, പൈസഗിരി, നെല്ലിക്കാമ്പൊയിൽ, മണിക്കടവ്, കുന്നോത്ത്, എടൂര് എന്നുവെച്ചാൽ നമ്മുടെ രൂപതയുടെ നടുഭാഗമാണ്. എടൂരിൽ നിന്ന് 35 കിലോമീറ്ററാണ് ചെമ്പേരിയിലേക്കുള്ളത്. ആലക്കോട് നിന്ന് 25 കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60 കിലോമീറ്റർ നമ്മുടെ രൂപതയുടെ നടുഭാഗം മലയോര ഹൈവേ കൂടെ ദൈവജനം ഒരുമിച്ച് രാത്രി മുഴുവൻ കൊന്ത ചൊല്ലി പുലർച്ചെ ഒരു 3 മണിയോടുകൂടി ബസലിക്കയിൽ എത്തിച്ചേരുകയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ സർവ്വ പ്രതീക്ഷകൾക്കും അപ്പുറത്തുള്ള ഒരു വലിയ ജനപങ്കാളിത്തം ഉണ്ടായി. നമ്മളൊരു 10,000 ആൾക്കാരൊക്കെ വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 25,000-ഓളം ആൾക്കാർ വന്നു. ആളുകൾക്ക് അത്രയും, പ്രത്യേകിച്ച് മരിയ ഭക്തി കുടിയേറ്റ ജനതയുടെ ആത്മീയ ജീവിതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മാതാവിനെ കൂട്ടുപിടിച്ച് തന്നെയാണ് അവർ പല പ്രതിസന്ധികളെ അതിജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വർഷവും നമ്മൾ തീർത്ഥാടനം വളരെ ഭംഗിയായിട്ട് നടത്തുകയാണ്. നമ്മുടെ അതിരൂപതയ്ക്ക് മുഴുവൻ വലിയ ആത്മീയ ഉണർവുണ്ടാക്കിയത് വെറുതെ ഒരു കൊന്തയിൽ നടക്കുന്ന കാര്യം മാത്രമല്ലായിരുന്നത്. നമ്മുടെ രൂപതയിൽ ഈ പറഞ്ഞ 9 സെൻറ്ററുകളിലും മരിയൻ നൈറ്റുകൾ നടത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ മാതാവിനെക്കുറിച്ചുള്ള വചനചിന്തകളും ദിവ്യകാരുണ്യ ആരാധനയും കുമ്പസാരവും വിശുദ്ധ കുർബാനയും കഴിഞ്ഞിട്ടാണ് രാത്രി നടക്കുന്നത്. ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷത്തെ അനുഭവത്തിൽ നിന്ന് കുറേയും കൂടിയ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും ചെമ്പേരിയിൽ ഒരു 30,000-ലേറെ ആളുകൾ വന്നാലും അവരെ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം ബസിലിക്കയ്ക്ക് അതിൻ്റെ സമീപത്തും പരിസരങ്ങളിലും ഒക്കെ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കുന്നു. പുതിയ വാഷിംഗ് ഏരിയ, ടോയ്ലറ്റ് ബ്ലോക്കുകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പള്ളി കമ്മിറ്റികളൊക്കെ കൂടുതൽ നേരത്തെ തന്നെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ ഈ സമയത്തിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ വൈകുന്നേരം തുടങ്ങിയത് ചില സ്ഥലങ്ങളൊക്കെ അല്പം ലേറ്റായിട്ടായിരുന്നു. എടൂരിൽ നിന്നൊക്കെ നമ്മൾ എത്തിയപ്പോഴേക്കും, നടന്നു വന്നപ്പോഴേക്കും രാവിലെ 5 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ വർഷം നമ്മൾ സമയം കൂടുതലെടുക്കുകയാണ്. എടൂരിൽ നിന്ന് 5-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് എടൂര് സെൻറ്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ, തീർത്ഥാടന ദേവാലയത്തിൽ, ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ശേഷം 4:30-ക്ക് തീർത്ഥാടനം ആരംഭിക്കും. ഈ വർഷവും പിതാവ് എടൂരിൽ നിന്നാണ് നടക്കുന്നത്. അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പളാനി പിതാവ് കഴിഞ്ഞ വർഷം എല്ലാ തീർത്ഥാടനങ്ങളെയും മുമ്പിൽ നിന്ന് പിതാവ് തീർത്ഥാടനങ്ങൾ നയിച്ചു. പിതാവിൻ്റെ ഒപ്പം കഴിഞ്ഞ വർഷം 110-ഓളം വൈദികരുണ്ടായിരുന്നു. മലബാറിലെ ദൈവജനം അഭിവന്ദ്യ പിതാവിൻ്റെ ഒപ്പം വൈദികരൊപ്പം നടക്കുന്നത്, കൊന്തയല്ലി നടക്കുന്നത് എത്രയോ ഹൃദയസ്പർശിയായ ഒരു രംഗമാണ്. അത് ഈ വർഷവും പിതാവ് അവിടുന്നാണ് നടക്കുന്നത്. അപ്പോൾ 4:30-ക്ക് നമ്മൾ അവിടുന്ന് ആരംഭിക്കും. കുന്നോത്ത് സെൻറ്റ് ജൂഡ് തീർത്ഥാടന ആലയത്തിലെത്തി കഴിയുമ്പോൾ കുന്നോത്ത് ഫൊറോന ആളുകളും കൂടെ അതിൻ്റെ കൂടെ ജോയിൻ ചെയ്യും. പിന്നെ നമ്മൾ വള്ളിത്തോട് വഴി മലയോര ഹൈവേ കൂടെ ഉളിക്കലിലേക്ക് എത്തും. കഴിഞ്ഞ വർഷം വിളമന വഴിയായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ പെരിങ്കിരി വള്ളിത്തോട് വഴിയാണ്. ഉളിക്കലെത്തി കഴിയുമ്പോൾ എല്ലാവരും റെസ്റ്റ് ചെയ്ത് നമ്മൾ വീണ്ടും യാത്ര തുടരും. മണിക്കടവ് ഫൊറോനയിലുള്ള ആളുകൾ, മണിക്കടവിൽ നിന്ന് വരുന്നവർ അവിടുന്ന് നുച്ചിയാട് വഴി, മണിപ്പാറ നുച്ചിയാട് വഴി തീർത്ഥാടനം തുടരും. അതുപോലെ തന്നെ ആലക്കോട് നിന്നും വൈകുന്നേരം 5 മണിക്ക് മരിയൻ നൈറ്റ് തുടങ്ങി ഒരു 8 മണിയാകുമ്പോഴേക്കും അവിടുന്ന് തീർത്ഥാടനം ആരംഭിക്കും. ഒരു 9 മണിക്ക് വായാട്ടുപറമ്പിൽ മരിയൻ നൈറ്റ് കഴിഞ്ഞ് അവിടെ നിന്നുള്ള തീർത്ഥാടനം കൂടെ സംഗമിക്കും. ഒപ്പം തന്നെ നമ്മുടെ പൈസഗിരിയിൽ നിന്നും ചെമ്പന്തൊട്ടിയിൽ ഇതുപോലെ തന്നെ. അങ്ങനെ പുലർച്ചെ ഒരു 3 മണിക്ക് തീർത്ഥാടകർ ബസലിക്കയിൽ എത്തിച്ചേരും. 3:30-ക്ക് വിശുദ്ധ കുർബാന. അപ്പോൾ ഇത് പിതാവ് കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വിശുദ്ധ കുർബാനയുടെ സമാപനത്തിൽ നമ്മുടെ അതിരൂപതയിലെ മുഴുവൻ കുടുംബങ്ങളെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്ന ചടങ്ങുണ്ട്. മാത്രമല്ല പൂർണ്ണ ദണ്ഡവിമോചനമാണ് സഭ ഈ തീർത്ഥാടനത്തിലൂടെ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് വലിയൊരു ഉത്സാഹത്തിലാണ് അതിരൂപത മുഴുവൻ. ഒരുക്കങ്ങൾ ആരംഭിച്ചു. എല്ലാ പള്ളികളിലും പ്രാർത്ഥിച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മാതാവിൻ്റെ പ്രത്യേകിച്ച് ഈ വർഷം പരിശുദ്ധ കന്യാമാതാവിനെക്കുറിച്ചുള്ള
വത്തിക്കാനിൽ നിന്ന് വന്നിരിക്കുന്ന ചില വിശദീകരണങ്ങളുണ്ടായിരുന്നു മാതാവിനെ എങ്ങനെ അഭിസംബോധന ചെയ്യണം. അതുകൊണ്ട് കുറേയും കൂടി ദൈവജനം നമ്മുടെ ആ ഭക്തിയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ, കാരണം ഈശോയിലേക്ക് അമ്മ വഴി നമ്മൾ ഈശോയിലേക്ക് എത്തുകയാണ്. പരിശുദ്ധ കന്യാമറിയത്തെ എത്ര സ്നേഹിച്ചാലും ആദരിച്ചാലും അതെല്ലാം ഈശോയിലേക്കാണ് നമ്മൾ എത്തുക. അതുകൊണ്ടാണ് മരിയൻ വിജ്ഞാനീയം ക്രിസ്തു വിജ്ഞാനീയത്തിലേക്കാണ് എത്തുന്നത്. മലബാറിലെ ജനത്തിന് അതുകൊണ്ട് ഒരു വലിയ ഭക്തി പ്രകടിപ്പിക്കുന്ന ജനമാണിത്. തലശ്ശേരി അതിരൂപതയ്ക്ക് മുഴുവൻ, പ്രത്യേകിച്ച് കോവിഡ് കാലത്തിന് ശേഷം വലിയൊരു ആത്മീയ ഉണർവുണ്ടാക്കാൻ നമുക്ക് തീർത്ഥാടനങ്ങളൊക്കെ ഒരു ഉപകാരമായി. ഈ വർഷം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ തീർത്ഥാടനങ്ങളും അതിരൂപത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഒത്തിരി ആളുകൾ ഇതിൽ പങ്കെടുക്കും തന്നെയാണ് പ്രതീക്ഷ. പരിശുദ്ധ കന്യാമാതാവ് ഈ മലയോര മേഖലയിൽ ദൈവജനത്തിൻ്റെ ഒരു സംരക്ഷണ കോട്ടയാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമുദായം നേരിടുന്ന വെല്ലുവിളികൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയെല്ലാം ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ സംരക്ഷണ കോട്ട തീർക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ രക്ഷിക്കപ്പെടണം, നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകാൻ പാടില്ല, അവരെ ഈ പ്രണയച്ചതികളിൽ പോകാൻ പാടില്ല, ലഹരി പദാർത്ഥങ്ങളുടെ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. ഇതിലൊക്കെ നമുക്ക് മരുന്നെന്ന് പറയുന്നത് ആത്മീയ വഴി തന്നെയാണ്. അതുകൊണ്ടാണ് സഭയുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പരിശുദ്ധ കന്യാമാതാവ് ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ മുമ്പിൽ നിന്ന് സംരക്ഷണ കോട്ട തീർക്കുകയാണ്. ഈ മലബാറിൽ, പ്രത്യേകിച്ച് തലശ്ശേരി അതിരൂപതയിൽ ഒരു 60 കിലോമീറ്റർ ദൂരം നമ്മൾ രാത്രി കൊന്തയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ കന്യാമറിയം സംരക്ഷണ ഭിത്തി കോട്ട കെട്ടി ഈ അതിരൂപതയെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ സമുദായത്തെ സംരക്ഷിക്കും. ആ ഒരു വലിയ പ്രതീക്ഷയിൽ, വിശ്വാസത്തിലാണ് ദൈവജനം. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ തീർത്ഥാടനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. രോഗികൾക്കെന്നും ആരോഗ്യം, പാപികൾക്കെന്നും സങ്കേതം, പീഡിതർക്കെന്നും ആശ്വാസം, കനിവേറുന്നൊരു കന്യകയെ ഈശോയോട് പറഞ്ഞമ്മേ, ഇന്നാകുലമെല്ലാം തീർക്കണമേ. ജപമാലയിൽ അഭയം തേടുന്നു, ഇനി ആശ്രയം നീ മാത്രം. ജപമാലയിൽ അഭയം തേടുന്നു, ഇനി ആശ്രയം നീ മാത്രം. തലശ്ശേരി അതിരൂപതയുടെ 2ാം മരിയൻ തീർത്ഥാടനം ഇവിടെ നടക്കാൻ പോവുകയാണ്. ചെമ്പേരി ബസിലിക്ക റെക്ടർ ബഹുമാനപ്പെട്ട ജോർജ് കാഞ്ഞിരക്കാട്ടച്ചൻ നമ്മോടൊപ്പം ചേരുകയാണ്. അച്ഛാ, കഴിഞ്ഞ പ്രഥമ മരിയൻ തീർത്ഥാടനം വലിയ അനുഗ്രഹത്തിൻ്റെയും വിശ്വാസികൾക്കിടയിൽ ഒരു വിജയത്തിൻ്റെയും കാരണമായി തീർന്നു. ഇപ്രാവശ്യത്തെ എങ്ങനെയാണ് ക്രമീകരണങ്ങളൊന്ന് പങ്കുവയ്ക്കാം? നമ്മുടെ പരിശുദ്ധ മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളനുബന്ധിച്ച് കഴിഞ്ഞ വർഷം പുതുതായിട്ട് ആരംഭിച്ചതാണ് തലശ്ശേരി അതിരൂപതയിലെ മുഴുവൻ കുടുംബങ്ങളെയും മാതാവിൻ്റെ അമലോത്ഭവ ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ അനുഗ്രഹം ഈ അതിരൂപതയിലെ മുഴുവൻ കുടുംബങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി എന്ന ആ ലക്ഷ്യത്തോടുകൂടി അഭിമന്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിൻ്റെയും മറ്റ് പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ വലിയ ഒരു സംഘാടിതമായിട്ട്, എനിക്ക് തോന്നുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മരിയൻ തീർത്ഥാടനമാണ് കഴിഞ്ഞ വർഷം നടത്തിയത്. അപ്പം അതുപോലെ തന്നെയാണ് ഈ വർഷവും ഈ 2025 നവംബർ മാസം 5, 6 തീയതികളിൽ ഏറ്റവും വിപുലമായ ഒരുക്കങ്ങൾ, അത് ഏറ്റവും ഭംഗിയായിട്ട് തീർത്ഥാടകർക്ക് വരുവാനും വിശുദ്ധ കുർബാനയിലും അതുപോലെ നേർച്ച കാഴ്ച അർപ്പിക്കുവാനും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി വേണ്ട എല്ലാ നടപടികളും ഇപ്പോൾ ചെമ്പേരിയിൽ ഇതിനോട് ബന്ധപ്പെട്ട കമ്മിറ്റികളും എല്ലാം രൂപീകരിച്ച് നടത്തി വരികയാണ്. ഏതൊക്കെ മേഖലകളിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കൂടുതൽ ക്രമീകരണങ്ങൾ ഇപ്രാവശ്യം സജ്ജമാക്കിയിരിക്കുന്നത്? കഴിഞ്ഞ വർഷം നമ്മൾ കണക്കിലെടുത്തതിനേക്കാളും ഇരട്ടിയാണ്, 30,000-ത്തിലധികം ആൾക്കാർ വന്നതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ കരുതിയിരുന്നതിനേക്കാളും ഇരട്ടി ആൾക്കാർ വന്നതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രായോഗികമായ പ്രയാസങ്ങളും നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ട് ഈ വർഷം നമ്മൾ ഇത്രയും പേര് വരും, അത്രയും തന്നെ വിശ്വാസികളുടെ തീർത്ഥാടകരുടെ സമൂഹം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഈ ചടങ്ങുകളിൽ, ഇവിടെ വരുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ ബസിലിക്കയിൽ കയറി പ്രാർത്ഥിക്കുവാനുള്ള അവസരം. കഴിഞ്ഞ വർഷം വന്നപ്പോൾ എല്ലാവരും നടന്നു വന്നപ്പോൾ മടുത്തുപോയി, വന്നവർ ഇരുന്നു കൊണ്ട് മൂവിങ് ഉണ്ടായില്ല. അതുകൊണ്ട് ബസിലിക്കയിൽ പലർക്കും ബസിലേക്ക് വന്ന് പ്രാർത്ഥിക്കുവാനോ ഒന്നും സാധിച്ചില്ല, അത് പലരും പങ്കുവയ്ക്കുകയുണ്ടായി. ഈ വർഷം നമുക്കൊരു മൂവിങ് ആയിട്ട് രീതിയിൽ എല്ലാവർക്കും, വരുന്നവർക്ക്, എല്ലാ തീർത്ഥാടകർക്കും പള്ളിയിൽ വന്ന് അല്പസമയം പ്രാർത്ഥിക്കുവാനും ഈശോയുടെ അടുത്തും മാതാവിൻ്റെ അടുത്തും വന്ന് മാധ്യസ്ഥം യാചിക്കാനുള്ള ഒരവസരം നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ഇത്രയും പേര് ഉൾക്കൊള്ളുന്നുണ്ട് പള്ളിയിലെ തിരുക്രമങ്ങൾ, അഭിമന്യ പിതാക്കന്മാരും വൈദികരും ഒന്നു ചേർന്ന് അർപ്പിക്കുന്ന കുർബാനയുടെ ചടങ്ങുകളും അതിലെ തിരുക്രമങ്ങളും എല്ലാവർക്കും കാണാവുന്ന രീതിയിലുള്ള LED വാളുകൾ നമ്മൾ പ്രത്യേകിച്ച് ഗ്രൗണ്ടിലും പള്ളിയുടെ ഇരു സൈഡുകളും ക്രമീകരിച്ചുകൊണ്ട്
അവർക്ക് വിശ്വാസികൾക്ക് പൂർണ്ണമായിട്ടും പള്ളിയുടെ തിരുക്കർമ്മങ്ങൾ കാണുവാനുള്ള സാധ്യതകൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശ്വാസികൾക്ക് നേർച്ചകാഴ്ചകൾ പള്ളിയിൽ അർപ്പിക്കുവാനുള്ള അതിനുള്ള സ്ഥലം ക്രമീകരിക്കുന്നുണ്ട്. കൂടാതെ വാഷിംഗ് ഫെസിലിറ്റീസ് അത് നമ്മൾ കൂടുതൽ ഒരുക്കിയിട്ടുണ്ട് ഈ വർഷം. അപ്പം തന്നെ വീടുകളിലേക്ക് കൊണ്ടുപോകാനോ ഉള്ള നേർച്ചയപ്പമായിട്ട് ഉണ്ണിയപ്പം നമ്മൾ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നവർക്ക് കമ്മിറ്റിക്കാർ നേർച്ചയായിട്ട് ഉണ്ണിയപ്പം കൊടുക്കുന്നുണ്ട്. അവർ കൈകളിൽ അത് സുരക്ഷിതമായിട്ട് വീടുകളിൽ എത്തിക്കാൻ അത് നേർച്ചയപ്പമായിട്ട് എത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാവർക്കും ഗ്രൗണ്ടിൽ എല്ലാവർക്കും കുടിക്കാനുള്ള കാപ്പി, ബന്ന്, ആ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മടുത്തു വരുന്ന തീർത്ഥാടകർക്ക് ഒരു ആശ്വാസവും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള രീതിയിലാണ് ഈ വർഷത്തെ ക്രമീകരണങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സഭ ഒരു തീർത്ഥാടക ഒരു സഭയാണ്. അപ്പോൾ എങ്ങനെയാണ് കഴിഞ്ഞ വർഷം ദണ്ഡവിമോചനം എല്ലാവർക്കും പ്രഖ്യാപിച്ചിരുന്നു പിതാവ്, ഇപ്രാവശ്യം എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമുക്കറിയാം സഭ ഒരു തീർത്ഥാടക സഭയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ കാഴ്ചപ്പാടിൽ സഭ തീർത്ഥാടന സമൂഹമാണ്. നമുക്ക് ഒറ്റയ്ക്ക് ആർക്കും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. കൂട്ടായ്മയിലാണ് മനുഷ്യർ, പ്രത്യേകിച്ച് നമ്മൾ എക്ലേസിയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കൂട്ടായ്മ, വിളിച്ചു ചേർക്കപ്പെട്ടൊരു സമൂഹമാണ്. അപ്പോൾ നമ്മൾ കൂട്ടായ്മയിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായ കൂട്ടായ്മ കുടുംബത്തിലാണല്ലോ. ആ കുടുംബത്തിലെ കൂട്ടായ്മയാണല്ലോ, ഒരു പകർപ്പാണല്ലോ പള്ളിയിലേക്ക് വരുമ്പോൾ പല കുടുംബങ്ങൾ കൂടുമ്പോൾ കൂട്ടായ്മ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നീങ്ങുന്നു. സഭ ഒരുമിച്ച് പിതാക്കന്മാരോടൊത്ത് ഒന്നിച്ചുള്ളൊരു തീർത്ഥാടനമാണ് നമ്മൾ നടത്തപ്പെടുക. അപ്പോൾ ഈ തീർത്ഥാടനത്തെ അഭിമന്യ പിതാവ് മാർ ജോസഫ് പാമ്പളാനി പിതാവും, അഭിമന്യ മാർ ജോർജ് വലിയമറ്റം പിതാവും, അഭിമന്യ മാർ ജോർജ് നരളക്കാട് പിതാവും തീർച്ചയായിട്ടും അവരുടെയൊക്കെ സാന്നിധ്യവും പ്രാർത്ഥനയും എല്ലാം ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ ഒരുമിച്ച് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ പിതാക്കന്മാരോടും വൈദികരോടും സമർപ്പിതരോടും ചേർന്ന് നമ്മൾ ഒരുമിച്ച് നീങ്ങുകയാണ്. അപ്പോൾ ആ ഒരു തോന്നൽ നമ്മൾ ഒരുമിച്ച് ആ രാത്രിയിൽ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിന് ഒരുക്കമായിട്ട് നമ്മുടെ ബസിലിക്ക അഭിമന്യ പരിശുദ്ധ പിതാവ് നമുക്ക് കൽപ്പിച്ചരുളിയ ബസിലിക്കയിലേക്ക്, പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ ബസിലിക്കയിലേക്ക് എല്ലാവരും ഒരുമിച്ച് വരുന്നു. അപ്പം എടൂരിൽ നിന്ന് വരുന്നു, അതുപോലെ തന്നെ ആലക്കോട് നിന്ന് വരുന്നു. ഈ രാത്രിയിൽ മുഴുവനും പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലി ജപമാല എത്തിച്ചുകൊണ്ട് മാതാവിനധികം വരുമ്പോൾ തീർത്ഥാടനമാണ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ തീർത്ഥാടനം സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട ആ തീർത്ഥാടനത്തിൻ്റെ തോന്നൽ എല്ലാവർക്കും, വിശ്വാസികൾക്കെല്ലാം ഇത് മനസ്സിലാക്കാൻ സാധ്യമാകും.